കുറെ കേന്ദ്രീകൃതമാണ് മറ്റു പല മേഖലകളിലും എന്നുള്ളത് പോലെ വിദ്യാഭ്യാസ മേഖല അധികാരവും കുറെ കൂടെ കേന്ദ്ര സർക്കാരിൽ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഒരു സമഗ്ര പദ്ധതിയായിട്ട് നമ്മൾ ഈ മാർഗനിർദ്ദേശങ്ങളെ കാണണം. സംശയമില്ല, അത് തന്നെയാണ് കാര്യം. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമി എന്ന് പറയും. യൂണിവേഴ്സിറ്റിയുടെ സ്വയം ഭരണാവകാശം, സ്വയം നിർണയാവകാശം. ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരുപോലെയല്ല, ഒരുപോലെ ആകാൻ കഴിയുകയില്ല. അവിടെ വരുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുപോലെയല്ല, അവിടുത്തെ അധ്യാപകരെല്ലാവരും ഒരുപോലെയല്ല. അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രത്യാശകളും അവരുടെ ഭാവികളും ഒക്കെ വ്യത്യാസപ്പെട്ടതാണ്. അതനുസരിച്ച് ഓരോ യൂണിവേഴ്സിറ്റിയും അതത് വിദ്യാഭ്യാസ ബോഡിക്ക് അല്ലെങ്കിൽ അതത് വിദ്യാർത്ഥികൾ ആരാണോ അവർക്ക് അനുസൃതമായ വിദ്യാഭ്യാസം കരുപ്പിടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ അക്കാഡമിക് ഓട്ടോണമി എന്ന് പറയുന്നത്. കേരളത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു സോഷ്യോളജി വിദ്യാർത്ഥി ചെയ്യുന്ന ഗവേഷണമായിരിക്കില്ല ആസാമിലുള്ള ഒരു വിദ്യാർത്ഥി ചെയ്യുന്നത്. അതിന് കാരണം എന്താണ് എന്ന് വെച്ചാൽ അതത് പ്രദേശത്തെ, അതത് ദേശത്തെ, അതത് സമൂഹത്തിന്റെ ജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെയുള്ള ഒരു ഡിസിപ്ലിനിൽ കേരളത്തിൽ അതിഭീകരമായ കടലിന്റെ കയ്യേറ്റം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട്, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് അതിനനുസൃതമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പദ്ധതികൾ കരുപ്പിടിപ്പിക്കുന്ന രീതിയും, ഹിമാചൽ പ്രദേശിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രാഥമികമായും മലയിടിച്ചിലിന്റെയും മറ്റും ആയിട്ടുള്ള രീതികളിൽ വരുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും, കേരളത്തിൽ അതില്ല എന്നല്ല, ഇതിന്റെ രണ്ടിന്റെയും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. അവ രൂപീകരിക്കുന്ന പദ്ധതികളും രീതിശാസ്ത്രങ്ങളും ആരൊക്കെ ഏതൊക്കെ വിഷയങ്ങളെ കൂട്ടിപ്പിടിക്കണം എന്നുള്ള ചോദ്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഓരോ സമൂഹത്തിനും ആവശ്യമായ ജ്ഞാനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഒരു സർവകലാശാലയുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ സർവകലാശാലയ്ക്ക് അത്തരം ജ്ഞാനങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, പ്രവൃത്തി സ്വാതന്ത്ര്യം നൽകേണ്ടതുണ്ട്. അത് നൽകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്ററി സിസ്റ്റം, സിംഗുലർ ആയിട്ടുള്ള ഏകശിലാരൂപകമായി ഈ രാജ്യത്തുടനീളം ഒരേപോലെയുള്ള യൂണിവേഴ്സിറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ കാര്യമായിരിക്കും. അതിൽ മറ്റൊരു പ്രശ്നം കൂടിയുള്ളത്, ആരാണ് ഇത് തീരുമാനിക്കുന്നത്? ഈ UGCയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് എഴുതിയിരിക്കുന്ന ഡൽഹിയിൽ ഇരിക്കുന്ന കുറെ കോസ്മോപോളിറ്റൻ അക്കാഡമിക്സ് എന്ന പേരുള്ളവരും അതിന്റെ പിറകിൽ വർക്ക് ചെയ്യുന്നവരാരാ എന്നുള്ളത് വേറെ ചിലരാണ്. പക്ഷെ ഇവർക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലോ ഒറീസയിലോ തമിഴ്നാടിലോ എന്തിന് ഛത്തീസ്ഗഡിലോ ഉള്ള ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ, ഒരു ദളിത് വിദ്യാർത്ഥിയുടെ, ഒരു ആദിവാസി വിദ്യാർത്ഥിയുടെ അവസ്ഥ എന്ത് എന്നതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? ആ ധാരണ എന്ന് പറയും, ഇവിടെയാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറിന്റെ, ബഹുത്വം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറിന്റെ ഭാഗമാക്കി മാറ്റേണ്ട ആവശ്യം വരുന്നത്. പക്ഷെ അത്തരമൊരു ബഹുത്വം ഘടനയിൽ തന്നെ, നിയമങ്ങളിൽ തന്നെ, ഇതിൻ്റെ ഈ രൂപത്തിൽ തന്നെ, നിയമനങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സമ്പ്രദായമായിട്ടാണ്. വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനോട് ബഹുമാനം വേണം, ഡൈവേഴ്സിറ്റി വേണം എന്നുള്ള വാക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് സുന്ദരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത്തരമുള്ള സാധ്യതകൾ മുഴുവനും ആർബിറ്ററിനെസ്സിന് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് ഇത് പോവുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മുഴുവനും നിൽക്കുന്ന, ഉച്ചരിക്കാത്ത ഒരു വാക്ക് എന്നുള്ളത് ഈ ആർബിറ്ററിനെസ് എന്ന് പറയുന്ന കൃത്യമായ വ്യവസ്ഥയില്ലായ്മയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. വൈസ് ചാൻസലറായിട്ട് ആരെ നിയമിക്കാം, എങ്ങനെ നിയമിക്കാം, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിക്കാം, കൃത്യമായ വ്യവസ്ഥയില്ല. അധ്യാപകരായിട്ട് ആരെ നിയമിക്കാം, വ്യവസ്ഥയില്ല. ആരെ വേണമെങ്കിൽ നിയമിക്കാം. ഇത് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ തുറന്നു കൊടുക്കുന്നതിന് കുറ്റമല്ല പറയുന്നത്. ആ തുറന്നു കൊടുക്കുന്നവർ, അതിന് അധ്യക്ഷം വഹിക്കുന്നവർ ആര് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അത് മിക്കവാറും കേന്ദ്ര സർക്കാരിൻ്റെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരായിരിക്കും എന്നതുകൊണ്ട് തന്നെ അതിനെ സംശയകരമല്ലാതെ നമുക്ക് നോക്കാൻ കഴിയില്ല. ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഇത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം
കൺകറന്റ് ലിസ്റ്റിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ, സംസ്ഥാന നിയമസഭകളുടെ അധികാരം കവർന്നെടുക്കുന്ന രീതിയിൽ ഇത്തരം റെഗുലേഷൻസ് കൊണ്ടുവരികയും സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഉപയോഗിച്ച് ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള നിയമനിർമ്മാണത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ ഉന്നത വിദ്യാഭ്യാസത്തിൽ വൃത്തിയായി നടത്തിയെടുക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഫെഡറലിസം എന്ന് പറയുന്ന സാധ്യത ഇല്ലാതാവുകയും എല്ലാ അർത്ഥത്തിലും സെൻട്രലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണക്രമത്തിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യ രീതിയെ മുഴുവനും മാറ്റിയെടുക്കുവാനുള്ള ശ്രമത്തിലേക്ക് ഇത് പോവുകയും ചെയ്യും. നമ്മൾ രോഗത്തിന്റെയോ ഹെൽത്തിന്റെയോ ഒക്കെ കാര്യങ്ങൾ എടുത്താൽ മതി. ഹെൽത്തിന്റെ ഉദാഹരണം എടുത്താൽ മതി. ഓരോ ഹെൽത്ത് കൺകറന്റ് ലിസ്റ്റിലാണ്. പക്ഷേ അത് കേന്ദ്ര സർക്കാർ നിർണ്ണയിക്കുന്ന മാതിരി മാത്രമേ നടക്കുകയുള്ളൂ എന്ന രീതിയിൽ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കൊണ്ടുവന്നാൽ സംസ്ഥാന നിയമസഭകൾക്കോ സംസ്ഥാന സർക്കാരുകൾക്കോ അതോടൊപ്പം സംസ്ഥാനത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും ഇല്ലാതെ വളരെ സെൻട്രലിസ്റ്റ് ആയിട്ടൊരു സിസ്റ്റമായിട്ട് ഇത് മാറും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകുന്ന ഒരു റെഗുലേഷൻ ആയിരിക്കുമ്പോൾ തന്നെ അതിൽ മാത്രം ചുരുക്കി നിർത്താവുന്ന ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ സംഘടനകളും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും ഇതിനെ ഗൗരവമായിട്ട് സംബോധന ചെയ്യേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം.